ഇതാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ ഏറ്റവും ഒടുവിലെ ഏറ്റവും വലതുഭാഗത്തുള്ള മതിൽ. അതായത് ഈ ട്രെയിനിങ് സെൻറ്റർ എത്തുന്നതിന് തൊട്ട് മുമ്പ് കാണുന്ന മതിൽ ഭാഗമാണ്. അവിടെ നിന്ന് ഇതാണ് എൻ്റെ പിന്നിൽ കാണുന്ന ഷീത്തെ ആ ദൃശ്യങ്ങളിലേക്ക് പോവാം. നോക്കൂ, ഈ മതിൽ ചാടിക്കടന്നാണ് ഗോവിന്ദചാമി ജയിൽ ചാടുന്നത്. അവിടെ ഇപ്പോഴും അയാൾ ചാടിക്കയറാൻ ഉപയോഗിച്ച പുതപ്പടക്കമുള്ള സാധനങ്ങൾ ഒരു വടം പോലെ കെട്ടി പുറത്തേക്കിട്ടതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുന്നുണ്ട്. അതായത് വലിയ കൂറ്റൻ മതിലാണ്. ആ മതിലിന് മുകളിൽ ഇരുമ്പ് കമ്പി ഉപയോഗിച്ച് ഇരുമ്പ് വല നെറ്റടിച്ച് അതിന് മുകളിൽ മറ്റൊരു മതിൽ കൂടി കെട്ടിയിട്ടുണ്ട്. അതിനിടയിലൂടെയാണ് ഇയാൾ ചാടിക്കടന്ന് താഴേക്ക് വരുന്നത്. അതായത് ഇപ്പം നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന മതിലുണ്ടല്ലോ നൗഫൽ, അതിനപ്പുറത്ത് വേറൊരു ചെറിയ മതിൽ കൂടിയുണ്ട്. ആ മതിൽ കടന്നാണ് ഇയാൾ ഈ വലിയ മതിലിലേക്ക് എത്തുന്നത്. ഈ വലിയ മതിൽ ചാടിക്കിടക്കാൻ അവിടെ ആ ഇരുമ്പിൻ്റെ ഒരു നെറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഇലക്ട്രിക് ഇതുപോലെ ഉപയോഗിച്ചിട്ടുള്ള ഒരു മതിലുണ്ട്, കാണുന്നുണ്ടല്ലോ ആ മതിലിന് മുകളിൽ. അതിലേക്ക് ഞാൻ സംശയം ചോദിച്ചോട്ടെ, നമ്മുടെ ഇപ്പോ പുതപ്പ് ഇട്ടിരിക്കുന്ന ഭാഗം, പുതപ്പ് തൂക്കിയിട്ടിരിക്കുന്ന ഭാഗത്ത് മതിലിന് മുകളിൽ ഇരുമ്പ് വേലി കാണുന്നില്ല. ആ ഒരു ലൂപ്പ് ഹോൾ ഉപയോഗിച്ചാണോ അയാൾ പുറത്ത് കടന്നിരിക്കുന്നത്? അല്ല, ആ ഭാഗത്ത് ഇരുമ്പ് വേലി ഉണ്ട് നൗഫൽ. അത് ഒരുപക്ഷെ ദൃശ്യങ്ങളുടെ പ്രശ്നമായിരിക്കും. ഇലക്ട്രിക് വേലിയുണ്ട്, ഇലക്ട്രിക് വേലി നോക്കൂ. അതായത് അതിൻ്റെ ഇങ്ങോട്ടുള്ള ഭാഗത്താണ് ഇലക്ട്രിക് വേലി ഇല്ലാത്തത്. അയാൾ ചാടിക്കടന്നത് ആ ഇലക്ട്രിക് വേലി ഉള്ള ഭാഗത്തു നിന്നാണ്. പക്ഷേ ഈ ഭാഗത്തു നിന്ന് കണ്ടിയാൽ ആ ദൃശ്യങ്ങൾ ഒരുപക്ഷെ കുറച്ചും കൂടി വ്യക്തമാവുമെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഇതിൻ്റെ ഈ ഇലക്ട്രിക് വേലി ഇല്ലാത്ത ഭാഗം എന്ന് പറയുന്നത് ജയിലിൻ്റെ കോമ്പൗണ്ടാണ്. അതായത് അവിടെയാണ് ഈ ജയിലിൻ്റെ തൊഴുത്തും മറ്റ് സംവിധാനങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് ഈ ഭാഗത്താണ്. ഇപ്പോൾ മാത്രമല്ല, ഒരു പഴയ ജയിൽ ഇവിടെ ഉണ്ട്, അത് ഇപ്പോൾ പ്രവർത്തിക്കുന്ന ജയിലല്ല. ആ ഭാഗമൊക്കെ ഉള്ള സ്ഥലത്താണ് ഈ ഇലക്ട്രിക് വേലി ഇല്ലാത്തത്. അതിനപ്പുറത്ത് കാണുന്ന ഭാഗം നോക്കൂ. ആ ഭാഗത്തിനുള്ളിലാണ് ശരിക്കുള്ള തടവുകാരെ പാർപ്പിച്ചിരിക്കുന്ന ഭാഗമുള്ളത്. ആ ഇലക്ട്രിക് വേലിക്ക് അപ്പുറത്താണ്. അവിടെയാണ്. അതിനപ്പുറത്ത് വേറൊരു ചെറിയ മതിലുണ്ട്. ആ മതിലിനും അപ്പുറത്താണ് B10 എന്ന് പറയുന്ന ഏറ്റവും അതീവ സുരക്ഷാ ഇടം എന്ന് പറയാൻ കഴിയുന്ന സെല്ലുള്ളത്. ആ സെല്ലിൽ നിന്നാണ് ആ സെല്ലിൻ്റെ കമ്പികൾ ഇരുമ്പ് ഉപയോഗിച്ച് അറുത്ത് മാറ്റി അവിടെ നിന്ന് വളരെ കൂളായി പുറത്തിറങ്ങി അതിനുള്ളിലുള്ള ചെറിയ മതിലുണ്ട്. ആ മതിൽ ചാടിക്കിടക്കാൻ അയാൾ ഉപയോഗിച്ചത് വെള്ളം കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചെറിയ വീപ്പകളാണ്. ആ വീപ്പകൾ തിരിച്ചു വെച്ച് അതിന് മുകളിൽ ചവിട്ടിക്കയറി ഈ ഭാഗത്തേക്ക് എത്തുന്നു. ആ ഭാഗത്തേക്ക് എത്തുമ്പോൾ കയ്യിൽ കരുതിയിരുന്ന പുതപ്പും വസ്ത്രങ്ങളൊക്കെ ഉപയോഗിച്ച് അയാൾ അതിന് മുകളിൽ ആ ഇലക്ട്രിക് വേലിയുടെ മുകളിലുള്ള ആ കമ്പിയിൽ കുടുക്കുണ്ടാക്കുന്നു. അവിടെ നിന്ന് ആ പുതപ്പ് പിടിച്ച് മുകളിൽ കയറുന്നു. ആ മുകളിൽ നിന്ന് താഴേക്ക് ഊർന്നിറങ്ങി വളരെ കൂളായി താഴെ ഇറങ്ങി പിന്നെ ഇങ്ങോട്ടേക്ക് ചാടിയാൽ ഷീത്ത് ഒന്നിങ്ങോട്ടേക്ക് അവിടെ നിന്ന് കടന്നു കഴിഞ്ഞാൽ നോക്കൂ, തളിപ്പറമ്പ് പയ്യന്നൂർ ദേശീയപാതയാണ്. നമ്മുടെ തൊട്ട് മുമ്പിൽ കാണുന്നത് ഇതാണ്, ദേശീയപാതയാണ്. ഈ ദേശീയപാതയിലേക്ക് അയാൾ വന്നിട്ടുണ്ടാകാം. ഇവിടെ നിന്ന് കൂളായി നടന്ന് കണ്ണൂർ ഭാഗത്തേക്ക് അയാൾ നടന്നു പോയിട്ടുണ്ടാകാം. ഇവിടെ നിന്ന് മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ഇവിടെ നിന്ന് നോക്കിയാൽ സെൻട്രൽ ജയിലിൻ്റെ പ്രധാന കവാടം കാണാം. നോക്കൂ, സെൻട്രൽ ജയിലിൻ്റെ പ്രധാന കവാടമാണ് ഈ തൊട്ട് മുമ്പിൽ ഏതാണ്ട് 100 മീറ്റർ അപ്പുറത്ത് കാണുന്നത്. അവിടെ പോലും ആ സമയത്ത് സുരക്ഷാ ഉദ്യോഗസ്ഥരില്ലായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അവിടെയെങ്കിലും സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നെങ്കിൽ ഇതുവഴി ഒരാൾ ഇറങ്ങി നടന്നു പോകുന്നത് അവരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടേനെ. വേറൊരു കാര്യം, ഈ ഇലക്ട്രിക് വേലി പറഞ്ഞത്, ഇലക്ട്രിക് വേലിയിലൂടെ വൈദ്യുത പ്രവാഹം ഉണ്ടാകുമായിരുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് അയാൾക്ക് അതിൻ്റെ മുകളിലൂടെ വൈദ്യുതി പ്രവാഹമുള്ള വേലിക്ക് മുകളിലൂടെ അയാൾക്ക് പുറത്ത് കിടക്കാൻ സാധിക്കുക? ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ചാണെങ്കിൽ അതുവഴി നിലവിൽ വൈദ്യുതി കടത്തി വിടുന്നില്ല എന്ന വിവരമാണ് എനിക്ക് കിട്ടുന്നത്. കാരണം അത് ചില അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് നേരത്തെ. അവിടെ ഇതിൻ്റെ എൻഡിലാണ്, അതായത് ഈ മതിൽ കാണുന്നുണ്ടല്ലോ, ഈ മതിൽ കാണുന്നതിൻ്റെ എൻഡിലാണ് നേരത്തെ ഒരു തവണ കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ മതിൽ കഴിഞ്ഞ മഴക്കാലത്ത് ഇടിഞ്ഞിരുന്നു. അപ്പോൾ ആ മഴക്കാലത്ത് മതിലിടിഞ്ഞതിനെ തുടർന്ന് ആ ഭാഗത്തേക്കുള്ള ആ കണക്ഷൻ, അതായത് ആ ഭാഗത്തേക്കുള്ള ഇലക്ട്രിക് വേലി തകർന്നു പോയിരുന്നു. അതിനുശേഷം പിന്നീട് അത് ഇതുവരെ റെഡിയാക്കിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.